ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സെക്കൻഡ് യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററായ ആര്യ ഇൻ ദ കോക്ക്പിറ്റ് അതിലെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ഒരുപാട് ആക്ടിവിറ്റി ഒന്നുമില്ല, 2 ആക്ടിവിറ്റിയേ ഉള്ളൂ. അത് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1, യു ഹാവ് റെഡ് അബൌട്ട് ആര്യാസ് ഡ്രീംസ്. ആര്യയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ വായിച്ചു. ഡു യു ഹാവ് ഡ്രീംസ്? നിങ്ങൾക്ക് സ്വപ്നങ്ങളുണ്ടോ? വാട്ട് ഡു യു വോണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. നിങ്ങളുടെ സ്വപ്നത്തെക്കുറിച്ച് എഴുതുക. എല്ലാവർക്കും അവരവരുടേതായ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ സ്വപ്നങ്ങളെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഞാനൊരു 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തെഴുതാം. ആദ്യത്തെ നോക്കാം. മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ടീച്ചർ. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ്. I want to make learning fun and engaging and help them develop a love for knowledge. പുതിയ തലമുറയിലെ കുട്ടികളെ നന്നായി വാർത്തെടുക്കാൻ, അവരെ നല്ല കുട്ടികളായി വളർത്താൻ എനിക്ക് സാധിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം എന്ന് പറയുന്നത്. ഒരു ടീച്ചർ ആവുക എന്നുള്ളതാണ് എൻ്റെ ഡ്രീം. അതിലുപരി നല്ലൊരു ടീച്ചർ ആവുക. കുട്ടികളെ ഫൺ ആക്ടിവിറ്റിയിലൂടെ അവരെ പഠനത്തിൽ എൻഗേജ്ഡ് ആക്കുക, അവർക്ക് അറിവിനോടുള്ള ഒരു ഇഷ്ടം വർദ്ധിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. ഐ വോണ്ട് ടു പ്ലേ എ റോൾ ഇൻ ഷേപ്പിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ലീഡേഴ്സ് ആൻഡ് തിങ്കേഴ്സ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ഡോക്ടർ ആൻഡ് ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ്. എൻ്റെ ഡ്രീം എന്ന് പറയുന്ന ഒരു ഡോക്ടർ ആവുക എന്നുള്ളതാണ്. ആൻഡ് ഹെൽപ്പ് പീപ്പിൾ ഇൻ നീഡ്, ആവശ്യക്കാരായ ആൾക്കാരെ സഹായിക്കുക. ഐ വോണ്ട് ടു മേക്ക് എ ഡിഫറൻസ് ഇൻ മൈ കമ്മ്യൂണിറ്റി ആൻഡ് പ്രൊവൈഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ. എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരിക, ഒപ്പം ക്വാളിറ്റി ഹെൽത്ത് കെയർ, നല്ല ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക. ഐ വിൽ വർക്ക് ഹാർഡ് ടു അച്ചീവ് ദിസ് ഗോൾ ആൻഡ് മേക്ക് മൈ ഡ്രീം എ റിയാലിറ്റി. എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പോലെ കഠിന പ്രയത്നം ചെയ്യും. 3ാമത്തെ എക്സാമ്പിൾ നോക്കാം. മൈ ഡ്രീം ഈസ് ടു ബിക്കം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ക്രിയേറ്റ് ബ്യൂട്ടിഫുൾ വർക്ക്സ് ദാറ്റ് ഇൻസ്പയർ അതേഴ്സ്. എൻ്റെ ഡ്രീം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതാണ്. എന്നിട്ട് എൻ്റെ വർക്കുകളൊക്കെ കണ്ട് മറ്റുള്ളവരെ പ്രചോദനം ഉൾക്കൊള്ളണം, അവർ ഇൻസ്പയർഡ് ആവണം. ഐ വോണ്ട് ടു എക്സ്പ്രസ് മൈസെൽഫ് ത്രൂ വേരിയസ് ഫോംസ് ഓഫ് ആർട്ട് സച്ച് ആസ് പെയിൻറ്റിംഗ്, ഡ്രോയിങ് ഓർ സ്കൾപ്ചർ. പെയിൻറ്റിങ്, ഡ്രോയിങ്, സ്കൾപ്ചർ വർക്ക്സ്, ഇങ്ങനെയുള്ള ആർട്ട് വർക്കിലൂടെയൊക്കെ എന്നെ തന്നെ എനിക്ക് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടമാക്കാനുള്ള ഒരവസരം കിട്ടണം. ഐ ആം എക്സൈറ്റഡ് ടു എക്സ്പ്ലോർ മൈ ക്രിയേറ്റിവിറ്റി ആൻഡ് ബ്രിങ് ന്യൂ ഐഡിയാസ് ടു ലൈഫ്. എനിക്ക് വളരെയധികം ആവേശമാണ്, എക്സൈറ്റ്മെൻ്റ് ആണ്. ടു എക്സ്പ്ലോർ മൈ ക്രിയേറ്റിവിറ്റി, എൻ്റെ ക്രിയേറ്റിവിറ്റിയെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കുക എന്നുള്ളത് ആവേശപരമായ ഒരു കാര്യമാണ്. ആൻഡ് ബ്രിങ് ന്യൂ ഐഡിയാസ് ടു ലൈഫ്, ജീവിതത്തിലെ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതും ഇറ്റ് ഈസ് സംതിങ് എക്സൈറ്റഡ്. ഇങ്ങനെ നിങ്ങളുടെ ഡ്രീമിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ഹിയർ ഈസ് എ ടൈം ലൈൻ ഓഫ് ആര്യാസ് ആസ്പിരേഷൻസ് ആൻഡ് ഡ്രീംസ്. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. ഇവിടെ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. 4 years ഓൾഡിൽ ആര്യ എന്താവാനായിരുന്നു ആഗ്രഹിച്ചത്? എ ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയിരുന്നു അല്ലേ. 8 years ഓൾഡിലോ? അവിടെ എന്തെഴുതാം? 8 years ഓൾഡിൽ അവൾ എന്താകാൻ ആഗ്രഹിച്ചത്? കൽപ്പന ചൗള. 12 years ഓൾഡിൽ അമേലിയ ഇയർഹാർട്ട് ആയിരുന്നു. അമേലിയ ഇയർഹാർട്ട് ആവാനായിരുന്നു അവൾക്ക് ഇഷ്ടം. 18 years ഓൾഡിൽ ഫൈറ്റർ പൈലറ്റ് ആവാനായിരുന്നു അവൾക്ക് ഇഷ്ടം. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, ടൈം ലൈൻ കംപ്ലീറ്റ് ചെയ്തു. വൺസ് അഗെയിൻ 4 years ഓൾഡിൽ ട്രപ്പീസ് ആർട്ടിസ്റ്റ് ആയിരുന്നു. 8 years ഓൾഡിൽ കൽപ്പന ചൗളയായിരുന്നു. 12 years ഓൾഡിൽ അമേലിയ ഇയർഹാർട്ട് ആയിരുന്നു. 18 years ഓൾഡിൽ ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു. ഇനി അതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതി നോക്കാം. വെൻ ആര്യ വാസ് 4 years old, ഷി wanted ടു ബി റോസമ്മ, എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. റോസമ്മ എന്ന ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റിനെ പോലെ ആവണമെന്നായിരുന്നു 4ാം വയസ്സിലെ ആര്യയുടെ ആഗ്രഹം. അറ്റ് ദ ഏജ് ഓഫ് 8, ഷി wanted ടു ബി ലൈക്ക് കൽപ്പന ചൗള. 8ാം വയസ്സിൽ കൽപ്പന ചൗളയെ പോലെ ആവണമെന്നായിരുന്നു ആഗ്രഹം. അറ്റ് ദ ഏജ് ഓഫ് 12, ഷി wanted ടു ബി ലൈക്ക് അമേലിയ ഇയർഹാർട്ട്. അമേലിയ ഇയർഹാർട്ടിനെ പോലെ ആകണമെന്നായിരുന്നു 12ാം വയസ്സിലെ അവളുടെ ആഗ്രഹം. അറ്റ് ദി ഏജ് ഓഫ് 18, ഷീ wanted ടു ബി ഫൈറ്റർ പൈലറ്റ്. അവൾക്ക് 18ാം വയസ്സിൽ ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് സ്റ്റഡിയിങ് ആൻഡ് ഹാർഡ് വർക്ക്, ഷീ ബിക്കെയിം എ പൈലറ്റ്. അപ്പോൾ ഇതും കൂടി ഒന്ന് ആഡ് ചെയ്ത് എഴുതാം. ഒരുപാട് വർഷത്തെ പഠനത്തിനും ഹാർഡ് വർക്കിനും കഠിനാധ്വാനത്തിനും ശേഷം അവളൊരു പൈലറ്റായി മാറി.
ഇത്രയേ ഉള്ളൂ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ്. വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. താങ്ക് യു.